പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ, സുഖമാണോ നിങ്ങൾക്ക്? മന്നായിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈയിടെ കേട്ടൊരു കഥ പറഞ്ഞു തുടങ്ങാൻ കേട്ടോ. ഒന്ന് കഥ മാത്രമാണ് കേട്ടോ, ഞാൻ കേട്ടതാണ്. നമുക്കൊക്കെ ചിലപ്പോൾ നിങ്ങളിൽ പലരും കേട്ട് കാണും. എന്നും വഴക്കടിക്കുന്നൊരു കുടുംബം രാത്രിയായാൽ തുടങ്ങും. അപ്പോൾ ഭാര്യയ്ക്ക് വലിയൊരു ടാസ്ക്കാണ്, വലിയൊരു ജോലിയാണ്. ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് വഴക്ക് കേൾക്കാതിരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാമോ, സമാധാനപ്പെടുത്താമോ, അതൊക്കെ ഭാര്യ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഒരു രാത്രിയായി, ജോലിയൊക്കെ കഴിഞ്ഞ് ഭർത്താവ് വന്നു. ആ ഭർത്താവിന് രുചികരമായ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ പാകം ചെയ്ത് കൂടെ ഒരു മുട്ട അങ്ങ് പുഴുങ്ങിക്കൊടുത്തു. കേട്ടിട്ടുണ്ടാവും, ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും കേട്ടു. ഒരു മുട്ട അങ്ങ് പുഴുങ്ങിക്കൊടുത്തു. അന്നും ഭർത്താവ് ചീത്ത പറഞ്ഞു, എനിക്ക് പുഴുങ്ങിയ മുട്ടയല്ല ഇഷ്ടം, എനിക്ക് മുട്ട ഓംലേറ്റ് ഇടുന്നത് ഇഷ്ടം. പിറ്റേ ദിവസമായി ഭാര്യ മനോഹരമായിട്ടൊരു ഓംലേറ്റൊക്കെ ഇട്ട് കൊടുത്തു ഭർത്താവിന് മുട്ട കൊണ്ട്. അപ്പം അന്നും ഭർത്താവ് വീണ്ടും കുറ്റം പറഞ്ഞു, എനിക്കിന്ന് ഓംലേറ്റ് വേണ്ട, എനിക്ക് പുഴുങ്ങിയ മുട്ട ഇഷ്ടമാണ്. പിറ്റേ ദിവസമായി. കഴിഞ്ഞ 2 ദിവസവും ഈ ചെറിയൊരു കാരണത്തിൻ്റെ പേരിലാണ് വഴക്ക് കേട്ടത് അല്ലെങ്കിൽ കുറ്റം കേട്ടതെങ്കിൽ പിറ്റേ ദിവസം ഈ ബുദ്ധിമതിയായ ഭാര്യ ഒരു കാര്യം ചെയ്തു. ഒരു മുട്ട പുഴുങ്ങിയും കൊടുത്തു, ഒരു മുട്ട അങ്ങ് ഓംലേറ്റും വെച്ച് കൊടുത്തു. ഭർത്താവ് ആകെ ചിന്താകുഴപ്പത്തിലേക്ക്. കാരണം ഇന്ന് കുറ്റം പറയാനായിട്ട് വേറെ ഇതുകളൊന്നുമില്ല, വേറെ കാരണങ്ങളൊന്നുമില്ല. അപ്പം അന്ന് ഭർത്താവ് വീണ്ടും ഇവളെ വഴക്ക് പറയാനും കുറ്റം പറയാനും തുടങ്ങി. കാരണം അറിയണ്ടേ, ഇത്രയേ ഉള്ളൂ, നീ ഇന്ന് ചെയ്തത് പുഴുങ്ങേണ്ട മുട്ടയാണ് ഓംലേറ്റ് അടിച്ചത്, ഓംലേറ്റ് അടിക്കേണ്ട മുട്ടയാണ് പുഴുങ്ങിയത്, അതാണ് അന്ന് കണ്ടെത്തിയ കുറ്റം. ഏതോ ഒരു ഭാവനാസമൃദ്ധമായിട്ടുള്ളൊരു കഥാകൃത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ മനോഹരമായൊരു കഥ. എന്തിനും ഏതിനും കുറ്റം പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. ഏത് ചെറിയൊരു കാര്യത്തിൻ്റെ നല്ല വശങ്ങൾ കാണാനായിട്ട് സാധിക്കാത്തവരെ. നമ്മളിന്ന് ചിന്തിക്കുന്നതും അത് തന്നെയാണ്. പേടിക്കരുത്, ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഏത്? കുറ്റം പറയുന്നത് പിശാച് നേരിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, കള്ളക്കാര്യത്തിൽ നിന്ന് വിട്ടിരിക്കുക, നീതിമാനെയും കുറ്റമില്ലാത്തവനെയും കൊല്ലരുത്. പിശാച് നേരിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കള്ളക്കാര്യം, കുറ്റം പറച്ചിലെ, മറ്റുള്ളവരുടെ കുറവുകൾ, ബലഹീനതകൾ പങ്കുവെച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ പരത്തിക്കൊണ്ട് നടക്കുന്നത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. പല മേഖലകളിൽ നമുക്ക് കാണാൻ കേട്ടോ. അച്ഛൻ ഏറ്റവും ആദ്യം പറഞ്ഞു ഒരു ഉദാഹരണം, കുടുംബജീവിതത്തിലെ ഇണയുടെ കുറ്റങ്ങൾ പറയാൻ, വൈദികരുടെ കുറവുകൾ, ബലഹീനതകൾ പറഞ്ഞു നടക്കാൻ, എൻ്റെ കൂട്ടുകാരുടെ പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുവരെ മുഖത്ത് നോക്കി വലിയ പുഞ്ചിരിയോടെ സംസാരിച്ച ഒരു വ്യക്തി ഒന്നങ്ങോട്ട് മാറുമ്പോൾ ആ വ്യക്തിയുടെ കുറവുകൾ, ബലഹീനതകൾ, അവനുണ്ടായ വീഴ്ചകൾ, അതായിരിക്കും പിന്നെ അവിടെയുള്ള ചർച്ചാ വിഷയം. പ്രിയരെ ഓർത്തേക്കണം, കുറവുകൾ പറയലല്ല നമ്മുടെ ജീവിതം. പലപ്പോഴും നമ്മുടെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ ഒരു ധ്യാന ചിന്ത നമ്മൾ പലപ്പോഴും കാണുന്ന കർത്താവിൻ്റെ അവസാനത്തെ കുരിശ് മരണവും അവൻ അനുഭവിച്ചൊരു മനുഷ്യന് സഹിക്കാവുന്ന ഏറ്റവും വലിയ വേദനകളിലൂടെ കടന്നുപോയ എൻ്റെ ക്രിസ്തുവിൻ്റെ അവസാന നിമിഷങ്ങളുമാണ്.
ചിന്തിക്കപ്പെടാതെ പോകുന്ന, ധ്യാനിക്കപ്പെടാതെ പോകുന്നൊരു ചിന്തയുണ്ട്. എൻ്റെ തമ്പുരാനോളം കുറ്റാരോപണം കേട്ട വേറൊരു വ്യക്തിയില്ല കേട്ടോ. ചുങ്കക്കാരൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, വേശ്യകളോടുകൂടിയാണ് അവൻ്റെ സഹവാസം, അവൻ ഭക്ഷണപ്രിയനാണ്, നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, അവനൊരു വിപ്ലവകാരിയാണ്. എന്തൊക്കെ കുറ്റങ്ങളാണ് ക്രിസ്തുവിനെക്കുറിച്ച് ആ യഹൂദന്മാർ പാടി നടന്നത്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്: പ്രധാന പുരോഹിതനായ യോശുവായെ കുറ്റം ചാർത്താനായിട്ട് സാത്താൻ നിൽക്കുന്നു. അച്ഛൻ അതാ പറഞ്ഞേ, കുറ്റം പറയുന്നത് പിശാച് നേരിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ച് നോക്കുമ്പോൾ യഹോവയുടെ മുൻപിൽ ഇയ്യോബിൻ്റെ കുറവുകൾ പറയാനായിട്ട്, കുറ്റങ്ങൾ പറയാനായിട്ട് കടന്നു വരുന്ന പിശാചിനെ നമുക്ക് കാണാം. അവൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അവനെനിക്ക് പരീക്ഷണത്തിനായിട്ടൊന്ന് വേണം കേട്ടോ. പ്രിയരെ, കുറ്റപ്പെടുത്തിയേക്കരുതേ. അച്ഛൻ എപ്പോഴും പറയും. അച്ഛൻ്റെ ഇടവകയിൽ ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് ചെറിയ ഗ്യാതറിങ്ങുകളും കൂട്ടായ്മകളൊക്കെ നടക്കുമ്പോൾ ആരുടെയെങ്കിലും ബലഹീനതകൾ, കുറവുകൾ, അവർക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ, അത് വ്യക്തികൾക്കാവാം, ചിലപ്പോൾ ചില കുടുംബത്തിനാവാം. ഇതൊരു പക്ഷെ നമുക്കും ഭാവിയിൽ സംഭവിച്ചുകൂടായികയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുറവുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ സന്തോഷത്തോടെ അതിൻ്റെ മറ്റ് വശങ്ങൾ കേൾക്കാനായിട്ട് കൂടുതൽ കാത് കൂർപ്പിച്ച് നമ്മൾ പലപ്പോഴും നിൽക്കാറുണ്ട്. അതല്ല, അവരൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഒരു വൈദികന് സംഭവിച്ച ചില വീഴ്ചകൾ, ചില ബലഹീനതകൾ, അത് കേൾക്കുമ്പോൾ അവരെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് മറ്റുള്ളവരുടെ ബലഹീനതകൾക്കുള്ള ഏറ്റവും വലിയ മരുന്ന് കേട്ടോ. കുറ്റം പറയുന്നത് പൈശാചികമാണെങ്കിൽ വിശുദ്ധിയുള്ള വലിയൊരു കാര്യമുണ്ട്. ഈ പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കുറ്റങ്ങൾ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്, മറുപടി പറയാതിരിക്കുന്നത്. എൻ്റെ തമ്പുരാനെ ഒന്ന് നോക്കിയത് നിങ്ങൾ, അവൻ്റെ അവസാന നിമിഷങ്ങൾ പിലാത്തോസിൻ്റെ അരമനയിലെ നീ രാജാവാണോ, അല്ലെങ്കിൽ നിനക്ക് എന്താണ് നിൻ്റെ ഉദ്ദേശം? എല്ലാ കാര്യങ്ങൾക്കും ക്രിസ്തു മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിനെതിരെ ചില കുറ്റാരോപണങ്ങൾ നടത്തിയപ്പോൾ അവൻ നിശബ്ദനായിരുന്നു. ലൂക്കോസ് 6:37 വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടും. നിനക്കെതിരെ നീ അറിയാത്ത അല്ലെങ്കിൽ നിൻ്റെ ബലഹീനതകളെക്കുറിച്ച് ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിന്നെ വിധിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും സൗമ്യമായിട്ട് എല്ലാത്തിനും മറുപടി പറയാൻ പോകണ്ട കേട്ടോ. എല്ലാത്തിനും മറുപടി പറയാൻ പോകേണ്ട. ചില കാര്യങ്ങളൊക്കെ നിനക്ക് വലിയ മുറിവുകൾ ഉണ്ടാക്കും. എന്തിനാണ് കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് പോലും തോന്നും. നമ്മുടെ പല വിശുദ്ധന്മാരും വിശുദ്ധിയുള്ള ജീവിതം നയിച്ചവരുടെയൊക്കെ ജീവിതത്തിൽ അവർ കേൾക്കാത്ത കുറ്റങ്ങളില്ല, കുറവുകളില്ല. അവരുടെ ബലഹീനതകൾ പാടി പാടി നടന്നിട്ടുണ്ട്. അവർ മറുപടി പറയാത്തത് കൊണ്ടാണ്, നിശബ്ദമായിട്ട് സഹിച്ചത് കൊണ്ടാണ് അവർ വിശുദ്ധരായി തീർന്നത്. അവരുടെ ജീവിതം ക്രിസ്തുവിന് മുമ്പിൽ ധന്യമായത്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരിൽ നിന്ന് കുറ്റങ്ങളും കുറവുകളും ഒക്കെ കേൾക്കുമ്പോൾ, നിന്നെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുമ്പോൾ, എല്ലാത്തിനും മറുപടി പറയലല്ല, മറുപടി പറയാത്തതാണ് യഥാർത്ഥമായ ആത്മീയതയെന്ന് തിരിച്ചറിയുക. അച്ഛൻ പ്രാർത്ഥനാ വിഷയമായിട്ട് ഈ കുറ്റാരോപണങ്ങളുടെ ഈ മേഖലയെടുത്ത് ഇന്ന് രാവിലെ വായിച്ചപ്പോൾ യൂദായുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം ലഭിക്കുകയുണ്ടായി. അതിലിങ്ങനെ പറയുന്നുണ്ട്: കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശാസിക്കട്ടെ. നിനക്കെതിരെ ഒരു കുറ്റാരോപണം ഉണ്ടാകുമ്പോൾ, നിന്നെ മറ്റുള്ളവർ വിധിക്കുമ്പോൾ നീ എല്ലാം മറുപടി പറയേണ്ടത് കർത്താവ് അവനെ ഭർഷിക്കട്ടെ, അവനെ ശാസിക്കട്ടെ. ഇതാകട്ടെ നമ്മുടെ നിലപാട്. ഒരു പൈശാചികമായൊരു പ്രലോഭനമുണ്ട്. ഒരുവൻ അല്ലെങ്കിൽ ഒരുത്തി
നിനക്കെതിരെ ചില ഇല്ലാവചനങ്ങളൊക്കെ പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ, അതിനെതിരെ പ്രതികരിക്കാൻ അവനെ അല്ലെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും, അത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വാക്കുകൾ കൊണ്ടൊക്കെ അതിനെതിരെ നിൽക്കാനായിട്ടൊക്കെ ചില പ്രലോഭനങ്ങളുണ്ടാകും കേട്ടോ. അത് സാത്താൻ നൽകുന്നതാണ്. ആ കെണിയിൽ വീണുപോയാൽ, ഒന്നുകൂടി പറയാ, ആ മറുപടി കൊടുക്കുക എന്ന കെണിയിൽ നീ വീണുപോയാൽ അവിടെ വിജയിക്കുന്നത് സാത്താനാണ്. നിൻ്റെ ആത്മീയത അവിടെ തളർന്നു തുടങ്ങുകയാണ്. നീ അതുവരെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും അല്ലെങ്കിൽ നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് നന്മയിലൂടെ ആർജിച്ചെടുത്ത വിശുദ്ധി അവിടെ അവസാനിക്കപ്പെടുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അവൻ രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ, അറുക്കപ്പെടുന്ന ആ ചെമ്മരിയാടിനെ പോലെ നിശബ്ദനായിട്ട് നിന്നു. എല്ലാവർക്കും സാധിക്കുന്ന ഒരു ക്വാളിറ്റി അല്ല കേട്ടോ, ഗുണവിശേഷമല്ല നിശബ്ദത. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരു പ്രഭാത പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ ഇടവകയിലെ കാര്യം കേട്ടോ. അത് നിശബ്ദമായിട്ട്, വലിയ ആർഭാടങ്ങൾ ആഘോഷങ്ങളൊന്നും, നിശബ്ദമായിട്ടൊരു അരമണിക്കൂർ ദേവാലയത്തിൽ ആ പരിശുദ്ധ മതബായുടെ മുൻപിൽ കണ്ണുകളെ അടച്ചിരിക്കുക. പലർക്കും സാധിക്കില്ല നിശബ്ദമാൻ, കുറേ സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷെ നിശബ്ദത എന്ന് പറയുന്നത് മറുപടി പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്, ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത്, അതാണ് സാധിക്കാത്ത കാര്യം. നിൻ്റെ ആത്മീയമായി നീ ഉയരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ക്രിസ്തു നിന്നോടുകൂടെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നിശബ്ദമായിട്ട്, ശാന്തമായിട്ട് നിനക്കതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്നത്. നിശബ്ദതയും ഒരു പ്രതികരണമാണ്. രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ആരെക്കുറിച്ചും കുറ്റം പറയണ്ട കേട്ടോ. ഒരുപക്ഷെ അവനുണ്ടായതിലും വീഴ്ചകളും ബലഹീനതകളും ഒരുപക്ഷെ എനിക്കും ഉണ്ടാകാം. എന്തുണ്ടെങ്കിലും അവന് വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആരുടെയും കുറവുകൾ നമ്മൾ പറയേണ്ട. ഇനി നമ്മുടെ കുറവുകളാണ് മറ്റുള്ളവർ പാടി നടക്കുന്നതെങ്കിൽ പൈശാചിക പ്രലോഭനം, അതിന് തക്ക മറുപടി, ഇങ്ങനെ രക്തമൊക്കെ തിളയ്ക്കും കിട്ടും, തക്ക മറുപടി കൊടുക്കണം. വേണ്ടാന്നേ, അവനെ കർത്താവ് ഭർസിക്കട്ടെ, കർത്താവ് അവനുള്ള മറുപടി നൽകട്ടെ. ഈ ഒരാഴ്ച ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് ഓർക്കുക, കർത്താവേ, വിവിധങ്ങളായ കുറ്റങ്ങൾ കുറവുകളൊക്കെ പറഞ്ഞ് നടക്കാനായിട്ട് എന്നെ ഒരിക്കലും അനുവദിച്ചേക്കരുത് നാഥ. എനിക്കെതിരെ ആരോപണങ്ങൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരാഴ്ച ആശംസിക്കുന്നു. നമുക്കൊന്നൊരു നിമിഷം ഒന്ന് പ്രാർത്ഥനാപൂർവ്വം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന പിതാവേ, ഞങ്ങൾക്കെതിരെ അങ്ങേക്കുണ്ടായതിലും അധികം ഒരുപക്ഷെ അങ്ങയോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും ചെറുതായിട്ടെങ്കിലും കുറ്റാരോപണങ്ങളും ദുരാരോപണങ്ങളും മൂർച്ചയുള്ള വാക്കുകളെ കൊണ്ട് ഞങ്ങളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, ആ കുരിശിനോട് ചേർന്ന ആ വേദനകൾ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒരിക്കൽ പോലും പ്രലോഭനങ്ങളിൽ പെടാതെ തക്കതായ മറുപടി കൊടുക്കലല്ല, മറിച്ച് ശാന്തതയാണ് എൻ്റെ ആത്മീയതയുടെ അടയാളമെന്ന് തിരിച്ചറിവോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.